ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പവർ ടീം മെമ്പറായ ജിൻഡോ വളരെ കൃത്യമായി കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യം ജിൻഡോയ്ക്ക് തന്നെ പാരയാകുന്നുണ്ടോ എന്നൊരു സംശയം. കാര്യം മറ്റൊന്നുമല്ല, ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായി ജാൻമണി എത്തുന്നത് രീതിയിൽ ചില കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് ജാൻമണിയെ പരിഗണിച്ചില്ലെന്ന് പറഞ്ഞ ജാൻമണി ജിൻഡോയോട് വല്ലാത്ത രീതിയിൽ പിണങ്ങുന്നുണ്ട്. ആ സമയത്ത് ജാൻമണിയെ അനുനയിപ്പിക്കാൻ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആഴ്ച നമുക്ക് ക്യാപ്റ്റൻസിയിൽ 3 ലേഡീസ് മാത്രമുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് റെഡിയാക്കാമെന്നും അതിൽ ജാൻമണി ഉണ്ടായിരിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ സംഭവിച്ചു. ജാൻമണി ക്യാപ്റ്റനുമായി. പക്ഷെ വേറൊരു അബദ്ധം പറ്റി. അന്നത്തെ പവർ ടീമല്ല ഇന്നത്തെ പവർ ടീം. അന്ന് പവർ ടീമിൽ ജിൻഡോയും രശ്മിനും രണ്ട് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഒരു 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. ഈ 2 പേർക്കും ഇടയിലേക്ക് 3-മതൊരാളെ കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അവർ തന്നെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ആളാണ് കേട്ടോ അർജുൻ. പക്ഷെ അർജുൻ്റെ വരവോടുകൂടി ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിന്റെ സമവാക്യങ്ങൾ ആകമാനം മാറിയിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ ജാൻമണിയെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് പഴയതുപോലെ അത്ര എളുപ്പമാണോ? പുതിയതായി എടുത്ത പല തീരുമാനങ്ങളും ആദ്യ ദിവസം തന്നെ ജാൻമണിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ജാൻമണിക്ക് അത്യാവശ്യം ഒരു ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് തരാം എന്ന് പറയുന്ന സമയം തൊട്ട് തുടങ്ങുന്നതാണ് ഈ പ്രശ്നം. പിന്നീട് കിച്ചൺ വിഷയത്തിൽ ജാൻമണി പറയുന്നത് കേൾക്കാതെ അവർ പവർ ടീം ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കിയപ്പോൾ അത് വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു. പിന്നീട് അത് ബിഗ് ബോസിൻ്റെ അടുത്ത് പരാതിയും മറ്റുമായി മുന്നോട്ട് പോയി. ഏതായാലും അർജുൻ്റെ വരവോടുകൂടി പവർ ടീം വേറൊരു തലത്തിലേക്ക് മാറുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ജാൻമണി ക്യാപ്റ്റൻ എന്ന നിലയിൽ നിലനിൽക്കുന്നത് ജിൻഡോയ്ക്കും അതുപോലെ പവർ ടീമിനുമൊക്കെ ഒരു വലിയ പാരയാകുമോ എന്തോ. ജാൻമണി ക്യാപ്റ്റനായി നിലനിൽക്കുന്നത് പവർ ടീമിനും അതിലേറെ ജിൻഡോയ്ക്കും പണിയാകുമോ എന്തോ. എന്താണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള പ്രതീക്ഷ? കമൻറ്റ് ചെയ്യണേ.